ജനാധിപത്യത്തിന്റെ ഭാവിയാണ് യുപിയിലെ തെരുവുകളില് ആൾക്കൂട്ടങ്ങളെ സാക്ഷിയാക്കി നടന്നു നീങ്ങിയത്. യോഗി ആദിത്യനാഥ് എന്ന സവർണ ഹിന്ദുവിന്റെ പോലീസ് നോക്കി നിൽക്കെ ഹത്രാസിലെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോ ചരിത്രത്തിലെ സ്വാതന്ത്ര്യത്തിന്റെ ഒരേട് വീണ്ടും പൊടിതട്ടിയെടുക്കുന്നത് പോലെ തോന്നുന്നു രാഹുൽ. ഒന്നിനുമല്ലെങ്കിലും ഒന്ന് കെട്ടിപ്പിടിക്കാനെങ്കിലും നിങ്ങൾ ആ മനുഷ്യരിലേക്ക് നടന്നെടുത്തല്ലോ. ഒരിക്കൽ ആക്രമിച്ചു കീഴ്പ്പെടുത്താൻ നോക്കിയിട്ടും വീണ്ടും ജീവന്റെ സുരക്ഷയെ പോലും കണക്കിലെടുക്കാതെ നിങ്ങൾ കടന്നു വരുന്നതിൽ പ്രതീക്ഷയുണ്ട് പ്രിയങ്ക. അതെ, ഇന്ത്യ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. തല മുതൽ കാൽപാദം വരെ കലാപങ്ങളും അതിക്രമങ്ങളും കൊണ്ട് കാവി ഭീകരവാദികൾ ഇന്ത്യയുടെ ആത്മാവിനെ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. ഇവിടെ ജീവിക്കാൻ പേടിയുണ്ട്. ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്ന് കത്തിച്ച ഭരണകൂടത്തിന്റെ ബാക്കിയാണ് എന്റെ രാജ്യം തന്നെ ഭരിക്കുന്നത് എന്നോർക്കുമ്പോൾ ആ പേടി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഭീതിയിലേക്കാണ് നിങ്ങൾ ഇന്ന് വെളിച്ചം തെളിയിച്ചത് പ്രിയ മനുഷ്യരെ. രാഹുലിനെ അടുത്തിരുത്തി ഡ്രൈവിംഗ് സീറ്റിൽ പ്രിയങ്ക ഇരിക്കുന്നത് കാണുമ്പോ അഭിമാനം തോന്നി ഒരുപാട്. ആരുമില്ലെന്ന് കരുതാനാവില്ലല്ലോ ഞങ്ങൾക്കിനി ഒരിക്കലും. എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും ഒരു കുടുംബത്തെ കാണുമെന്ന നിങ്ങളുടെ ഉറച്ച നിലപാടിനോട് കടുത്ത ആരാധനയും സ്നേഹവുമുണ്ട് രാഹുൽ. അതെ, ഇത് ഇന്ത്യയാണ്. ഇവിടെ ഇങ്ങനെയും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ രാഹുൽ, രാഷ്ട്രീയ ഭേദമന്യേ ഒരുപാട് മനുഷ്യ സ്നേഹികൾ നിങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി രംഗത്ത് വരുന്നത്. ഇതാണ് ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്ര നിമിഷമെന്ന് ഞാൻ കരുതുന്നു. എല്ലാം കെട്ടുപോയെന്ന് കരുതിയിരിക്കെ നിങ്ങളുടെ ഈ കടന്നുവരവ് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എന്നെ മാത്രമല്ല, ഒരു ജനത മുഴുവൻ നിങ്ങൾക്കുമേൽ അവരുടെ ഭാവി ജീവിതം പോലും അർപ്പിച്ചിരിക്കുന്നു. ഈ പോരാട്ടം ജാതി മേലാളരുടെ ഒസ്യത്വപാടി നടക്കുന്ന ഭരണകൂടത്തിനെതിരെയാണ്. ചോദ്യം ചെയ്യുന്നവരെ കത്തിക്കാനും വെടിവെക്കാനും കാത്തു നിൽക്കുന്ന ഫാസിസ്റ്റ് ഹിന്ദുത്വത്തിനെതിരെയാണ്. യുപിയിൽ നിരന്തരമായി പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നു. എന്നിട്ടും ഒരു കേസ് പോലും എടുക്കാൻ അധികൃതർ തയ്യാറാവുന്നതേയില്ല. ഒരിക്കലെങ്കിലും നീതി നടപ്പാക്കിയിരുന്നെങ്കിൽ ഇന്നീ കാണുന്ന അവസ്ഥയിലേക്ക് യുപി നീങ്ങില്ലായിരുന്നു. എന്തുതന്നെയായാലും ഈ ദിവസങ്ങൾ ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ വേണം. ആ ചരിത്രം നിങ്ങളാണ് പ്രിയപ്പെട്ട രാഹുലും പ്രിയങ്കയും. അതൊരു സിനിമ കാണുന്നത് പോലെയാണ് ലോകം കണ്ടത്. അത്രത്തോളം പോലീസുകാരെ സാക്ഷിയാക്കി നിങ്ങൾ ആ മാതാപിതാക്കളിലേക്ക് കടന്നു വരുമ്പോ ഭീതി അകലുന്നത് പോലെ തോന്നുന്നു. തള്ളിക്കളഞ്ഞവരും കല്ലെറിഞ്ഞവരും ഇന്ന് നിങ്ങളെക്കുറിച്ച് പറയുന്നു രാഹുൽ. അവരുടെ മുഖചിത്രങ്ങൾ നിങ്ങളുടേതാകുന്നു പ്രിയങ്ക. അതെ, ഈ രാജ്യത്തെ ഇനി നയിക്കാൻ നിങ്ങൾക്കേ കഴിയൂ. കർഷകരും ദളിതരും ഇപ്പോഴും സമരത്തിലാണ്. വിമർശകരുടെ എല്ലാം വായടപ്പിച്ചുകൊണ്ടാണ് രാഹുലിന്റെ ഈ കടന്നുവരവ്. ഒരിക്കൽ ചന്ദ്രശേഖർ ആസാദ് ആൾക്കൂട്ടത്തിലേക്ക് പോലീസിനെ സാക്ഷിയാക്കി നടന്നു കയറിയതുപോലെ പപ്പു എന്നും അമുൽ ബേബി എന്നും നമ്മളടക്കം എല്ലാവരും വിളിച്ചു കളിയാക്കുന്ന അതേ മനുഷ്യൻ തന്നെയാണ് ഈ കാണുന്നത്. നീതിക്ക് വേണ്ടി ആ മനുഷ്യൻ തന്നെയാണ് ജീവൻ പോലും പണയം വെച്ച് കടന്നു വന്നത്. ഒന്നും മറക്കരുത് രാഹുൽ. തള്ളിമാറ്റിയതും തള്ളിപ്പറഞ്ഞതും എല്ലാം ഓർത്തു വെക്കണം. ചരിത്രം അവരോട് പകരം ചോദിക്കുക തന്നെ ചെയ്യും ഒരിക്കൽ. അന്ന് നിങ്ങളെ ഓർത്ത് ഞങ്ങൾ സന്തോഷിക്കും. അയാൾ ഇനിയും വരും. കാരണം കോടിക്കണക്കിന് പ്രതീക്ഷകൾ ഇപ്പോൾ ആ മനുഷ്യനിൽ മാത്രമാണ്. ഒപ്പമുണ്ട് രാഹുൽ. മുന്നോട്ടു പോവുക. സ്നേഹം.